കേരളത്തിലുടനീളമുള്ള ബ്രിഡ്ജുകളായാലും റോഡുകളായാലും എല്ലാം തകർന്നിരിക്കാൻ മലപ്പുറം ജില്ലയിൽ റോഡ് നടുകെ പിളർന്നിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിന് കോടിക്കണക്കിന് രൂപയ്ക്ക് നൽകുകയും അത് അദാനി ഗ്രൂപ്പ് മറ്റൊരു കമ്പനിക്ക് അതിൻ്റെ നേർപകുതിക്ക് മറച്ചു വിൽക്കുകയാണ് ചെയ്തത്. റീൽസ് റിയാസ് ഇത് റീലെടുത്ത് നടക്കാതെ ഇതിനെ ശരിയായ വശങ്ങൾ പഠിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾക്കുണ്ടായ ദോഷങ്ങൾ പരിഹരിക്കാനും അതാണ് അദ്ദേഹം മുൻകൈ എടുക്കേണ്ടത്. നമസ്കാരം. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും എല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മാണത്തിനിടെ ദേശീയപാത ഇടിഞ്ഞു വീണത് വലിയൊരളവിൽ ചർച്ചയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും ആ ഭാഗത്ത് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയപാതയുടെ ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുമായി ദേശീയപാതയുടെ ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിൽ കോഴിക്കോട് പൂളാടിക്കുന്നിന് സമീപം എരഞ്ഞിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അണ്ടർപാസിലാണ്. ഇവിടെ പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു വലിയ വിള്ളൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വിള്ളൽ വഴി തുടർച്ചയായിട്ട് ഇപ്പോൾ കാലവർഷം എത്തിയിരിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് വെള്ളം ഊർന്നിറങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ഭാവിയിൽ ഒരു വലിയ വിള്ളലായി മാറാനും അതുപോലെ തന്നെ റോഡ് ഇടിയുന്നതിനുൾപ്പെടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ കൊപ്പുകൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസം എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ അണ്ടർപാസിലേക്ക് ഒരു വലിയ പ്രതിഷേധ പ്രകടനം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഇവിടെ മാത്രമല്ല ഇതോടനുബന്ധിച്ചുള്ള മറ്റുള്ള അണ്ടർപാസുകളും ഇത്തരത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാനിടയായ സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങാനിടയായ സാഹചര്യം എന്താണ്? കോൺഗ്രസ് വികസനത്തിനെതിരല്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളും ഈ രാജ്യത്തുണ്ടായ എല്ലാ മുന്നേറ്റങ്ങൾക്കും കോൺഗ്രസ് ഗവൺമെൻറ്റാണ് നേതൃത്വം നൽകിയത്. ഒരിക്കലും കോൺഗ്രസോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോ കേരളത്തിലെ വികസനത്തിൽ ഒരിക്കലും എതിരല്ല. UDFിൻ്റെ കാലത്ത് ഒരു എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നിരുന്നു. അതിനെ ശക്തമായി എതിർക്കുകയും ആ പദ്ധതി അന്ന് നടപ്പിലായിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അന്ന് അതിനെ എതിർക്കാനുള്ള ഉണ്ടായ കാരണം LDF CPM വികസനം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDFിനുമാണ് നേട്ടമെന്നുള്ള കണിശമായ ഉദ്ദേശം, ദുരുദ്ദേശപരമായ ഉദ്ദേശമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വന്ന ഈ കേന്ദ്ര ഉപരിതലഗത വകുപ്പ് മന്ത്രി ഗഡ്കരി നേതൃത്വം നൽകുന്ന ഈ പദ്ധതി കേരളത്തിൽ വന്നത് അതിനെ ഒരിക്കൽ പോലും കോൺഗ്രസ് എതിർക്കുന്നില്ല. ഇതിൻ്റെ പ്രവൃത്തി അദാനി ഗ്രൂപ്പിന് കോടിക്കണക്കിന് രൂപയ്ക്ക് നൽകുകയും അത് അദാനി ഗ്രൂപ്പ് മറ്റൊരു കമ്പനിക്ക് അതിൻ്റെ നേർപകുതിക്ക് മറച്ചു വിൽക്കുകയാണ് ചെയ്തത്, മറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം അദാനിക്ക് 900 കോടി രൂപ ഈ ഇനത്തിൽ അദാനിക്ക് വെറുതെ നോക്കുകുത്തിയായി ഇരുന്ന് നോക്കുകൂലി വാങ്ങുന്നത് പോലെ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ എടുത്ത കരാറുകാരന് അതിൻ്റെ മുതൽ മുടക്ക് അവർ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം മോശമായ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കാലത്ത് ഇവിടെ സമരം ചെയ്യുന്നു. ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു PVS ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ഇതിനെ കടന്നു പോകുന്നതിന് വേണ്ടി ഇവിടെ വഴി അടക്കുകയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകേണ്ട അവസ്ഥ ഉണ്ടായ സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നു. അതിനുശേഷം ഇവിടെ വഴി തുറക്കുകയും അതിനുശേഷം ഉണ്ടായ പ്രവൃത്തികൾ നല്ല ദ്രുതഗതിയിലാണ് ഇവർ വർക്ക് തീർന്നത്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തറക്കല്ലിട്ടു, അതിന് കല്ല് ഇടിഞ്ഞു വീഴുന്നില്ലെങ്കിൽ അതിന് ബെൽറ്റ് കൊടുത്തു എന്നതിന് ശേഷം മാത്രമാണ് ഇത് കെട്ടിപ്പൊക്കാൻ പാടുള്ളൂ. ഇത് കട്ടകൾ മാത്രം വെച്ചുകൊണ്ട് ഇത് നമ്മൾ കേരളത്തിലെ ഒരു മൺസൂൺ കാലാവസ്ഥയാണ്. പക്ഷേ കേരളത്തിന് അനുയോജ്യമായ പ്രവൃത്തിയല്ല ഇവിടെ നടന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ നടത്താം, അവിടെയൊന്നും ഇത്തരം സംഭവങ്ങളില്ല. ഇത് കേരളത്തിലുടനീളമുള്ള ബ്രിഡ്ജുകളായാലും റോഡുകളായാലും എല്ലാം തകർന്നിരിക്കാൻ മലപ്പുറം ജില്ലയിൽ റോഡ് നടുകെ പിളർന്നിരിക്കുകയാണ്. ചാവക്കാട് ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ ബ്രിഡ്ജിൻ്റെ മുകളിൽ പൊട്ടു വീണ സമയത്ത് 2 ബാരൽ ടാറ് കൊണ്ട് ചോദിക്കുകയും മഴ വന്നപ്പോൾ ടാറ് മുഴുവൻ ഒഴുകി
വീടിൻ്റെ മുറ്റത്ത് വന്ന് വീഴുകയും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇത്തരം പ്രവൃത്തികൾ ആര് ചെയ്താലും റീൽസ് റിയാസ് ഇത് റീലെടുത്ത് നടക്കാതെ ഇതിനെ ശരിയായ വശങ്ങൾ പഠിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾക്കുണ്ടായ ദോഷങ്ങൾ പരിഹരിക്കാനും അതാണ് അദ്ദേഹം മുൻകൈ എടുക്കേണ്ടത്. അല്ലാണ്ട് കേരളത്തിലുടനീളം എല്ലാ റോഡുകളും പ്രവൃത്തി പൂർത്തിയായി എന്ന് പറഞ്ഞ് കേക്ക് മുറിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതും. അമ്മവനും മരുവനുമുള്ള ഒരു കച്ചവടമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നത്. BJP CPM കൂട്ടുകെട്ടിന്റെ അന്തർധാരയാണ് ഈ പ്രവൃത്തികൾക്ക് മുന്നിൽ എല്ലാം തന്നെ അഴിമതിയുടെ കൂത്തരങ്ങാണ്. കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ റോഡുകൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ അദാനിയോ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ മുഹമ്മദ് റിയാസിൻ്റെയോ പണമല്ല. സാധാരണക്കാരൻ്റെ ജനങ്ങൾ നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന റോഡുകൾ അതിൻ്റെ ശരിയായ കണ്ടീഷൻ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ധൈര്യമായി ഇതിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഹൈറ്റിൽ കെട്ടിപ്പൊക്കിയ ബ്രിഡ്ജിൻ്റെ ചുവട് സൈഡ് റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഭയമാണ്. മുകളിൽ നിന്നുള്ള വെള്ളങ്ങൾ മുഴുവൻ ഈ സൈഡ് റോഡിലേക്കാണ് വീഴുന്നത്. യാത്രക്കാരന് വളരെയധികം പ്രയാസമുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ജനകീയ പ്രതിഷേധം ഇവിടെ നടന്നത്. ഈ പ്രവൃത്തി ഒരു പരിഹാരം കാണുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ സമരത്തോടൊപ്പം ഇനിയും മുന്നോട്ട് പോകുന്നു മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ റോഡിന് നടുവിലുള്ള വിള്ളൽ അതൊരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് അല്ലേ? അത് ജനങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് തീർച്ചയായും ഇത് ഒരു 6 മാസം മുന്നേ ഇതിന്റെ വിള്ളൽ ഞങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ സമയത്ത് അത് 2 പാലം കൂടി യോജിച്ചത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വിള്ളൽ വന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതല്ല, ആ വിള്ളൽ യാഥാർത്ഥ്യമാണ്. അത് അവർ മനസ്സിലാക്കി അവിടെ പെയിന്റ് അടിച്ചു, പുട്ടിയിട്ടു, അതിൻ്റെ മുകളിൽ കറുപ്പ് പെയിന്റ് അടിച്ചു, അതിൻ്റെ മുകളിൽ പെയിന്റ് അടിച്ച് അത് മാറ്റി. ഇപ്പോൾ ശക്തമായ കാലവർഷം പെയ്ത സമയത്ത് അടർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് യാത്ര ചെയ്യുന്നത്. വാഹനങ്ങൾ ചെറുകുളത്തു നിന്നും കക്കോടിയിൽ നിന്നും അത്തോളിക്കും പാവങ്കാടേക്കും പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പോകുന്ന ഒരു സഞ്ചാര യോഗ്യമായ സ്ഥലമാണ്. ഇത് ഭാവിയിൽ ആളുകൾക്ക് ഇതിലെ യാത്ര ചെയ്യാൻ വളരെ പേടിയും പ്രയാസവും ഉണ്ടാവും. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാം, ഇത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ തങ്ങളുടേതെന്നും കേരള സർക്കാർ തങ്ങളുടേതെന്നും അവകാശപ്പെടുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള റോഡിന് നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അണ്ടർപാസിലാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളം ഇങ്ങനെ ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഈ 2 റോഡുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വന്ന വിള്ളലാണ് ഇത് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അവരത് പറഞ്ഞുകൊണ്ടാണ് തലയൂരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരും എന്നുള്ള കാര്യത്തിലാണ് ഈ പ്രദേശത്തുകാരായ നാട്ടുകാർ വലിയ ഒരാശങ്ക വച്ചു പുലർത്തുന്നത്. ഭാവിയിൽ ഇത് എങ്ങാനും തകർന്നു വീഴുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ആരാണ് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ള ചോദ്യമാണ് ഈ പ്രദേശത്തുകാരായ നാട്ടുകാർ ഉന്നയിക്കുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.